മത്സരത്തിന്റെ ഫലപ്രഖ്യാപനത്തിനായി നമ്മുടെ ജഡ്ജായിരുന്ന റഹീന സി കൊളത്രയെ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് റിസൾട്ടിനാണെന്ന് അറിയാം. നിങ്ങൾ എന്താ പറയുക, ക്ഷമയുടെ നെല്ലിപ്പണിയും കഴിഞ്ഞാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാകും. പലർക്കും പോകാനുണ്ട്, ദൂരദേശത്തു നിന്നൊക്കെ വന്നവരുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തോടെ പറയട്ടെ, എല്ലാവരും നല്ല നിലവാരം കാഴ്ചവെച്ചു. മത്സരം പൊതുവെ നല്ല നിലവാരം തന്നെ കാഴ്ചവെച്ചു. ഓൺലൈനായിട്ട് നമ്മൾ 38-39 പേരാണ് പങ്കെടുത്തത്. അതിൽ നിന്നും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. രണ്ടാമത്തെ റൗണ്ടിലേക്കുള്ള മത്സരാർത്ഥികളാണ് ഇന്നിവിടെ മാറ്റിവെച്ചത്. എല്ലാവരും നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സമയം അതിക്രമിച്ചതിനാൽ പാട്ടിൻ്റെയും പാട്ട് പാടിയതിൻ്റെയും ഒന്നും വിശകലനം ഇപ്പോൾ ഇവിടെ ചെയ്യാൻ സമയമില്ല. നമ്മൾ ഗ്രൂപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് എത്തിച്ചേർന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്തതിന് കുട്ടികളെയും രക്ഷിതാക്കളെയും അഭിനന്ദിക്കുന്നു. റിസൾട്ടിലേക്ക് വരികയാണ്. കാറ്റഗറി 1 ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ 4. കാറ്റഗറി 1ന്റെ ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ 4. സെക്കൻഡ് പ്രൈസ് ചെസ് നമ്പർ 8 ആൻഡ് തേർഡ് പ്രൈസ് ചെസ് നമ്പർ 18. റിസൾട്ട് ഒന്നുകൂടി അനൗൺസ് ചെയ്യാണ്. കാറ്റഗറി 1 ചെസ് നമ്പർ 4 മുഹമ്മദ് ഷാഹിദ്, ചെസ് നമ്പർ 8 ഐഷ റിഹ, ചെസ് നമ്പർ 18 നിയ ഫാത്തിമ. പങ്കെടുത്തവർക്കും വിജയിച്ചവർക്കും അഭിനന്ദനങ്ങൾ. അടുത്തതായി കാറ്റഗറി 2. കാറ്റഗറി 2ലെ ഈ പേര് വിളിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരണേ. പേര് വിളിച്ച കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരണം. കാറ്റഗറി 2 ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ 23 ഫസൽ സജി ആൻഡ് സെക്കൻഡ് പ്രൈസ് ചെസ് നമ്പർ 1 ഫാത്തിമ നജ ആൻഡ് തേർഡ് പ്രൈസ് ചെസ് നമ്പർ 24 ലിയാന. ഇവർ ഒന്ന് സ്റ്റേജിലേക്ക് കയറണം പ്ലീസ്. പെട്ടെന്ന് കാറ്റഗറി 2ലെ ഫസ്റ്റ് നമ്പർ ഫസൽ സജി. സ്ഥലത്തുണ്ടാ? ഫസൽ സജീന് സർട്ടിഫിക്കറ്റും മൊമെന്റോയും നൽകുന്നു. ഫസൽ സജീനെ സന്തോഷപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് നൽകുന്നതിനായി ഫാദർ ആന്റണി ജസ്റ്റിനെ സ്വാഗതം ചെയ്യുന്നു. Category 1 first prize Muhammad Shahid, second prize Aisha Riha. ഫൈസൽ മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തേർഡ് പ്രൈസ് നിയ ഫാത്തിമ. നിയ ഫാത്തിമ ഉണ്ടോ അവിടെ? ഓക്കെ. സെക്കൻഡ് കാറ്റഗറിയിലെ ഫസ്റ്റ് പ്രൈസ് ഫസൽ സജി. സമ്മാനം കൊടുക്കുന്നതിനായി ബഷീർ സാറെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഫസൽ സജി. സെക്കൻഡ് പ്രൈസ് ഫാത്തിമ നജ. സമ്മാനം നൽകുന്നതിനായി സെക്രട്ടറി സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തേർഡ് പ്രൈസ് ലിയാന നൽകുന്നതിനായി അജിത മേഡത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
അജിത മേളത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നതിനായി ലിയാന. ഫസ്റ്റ് കാറ്റഗറിയിലെ തേർഡ് പ്രൈസ് നിയ ഫാത്തിമ നൽകുന്നതിനായി ബാബ ഹാജിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബഷീർ ചുങ്കത്തറ അവരുടെ ഈ വേദിയിലേക്ക് ആശംസക്കായി ക്ഷണിച്ചുകൊള്ളു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ കലാസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറത്തിൻ്റെ അവാർഡിനെ സംഘടിപ്പിക്കുകയും അത് ഈ അക്കാദമിയിൽ വെച്ച് തന്നെ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തതിന് ഈ ഫോക്ക് ആർട്സിൻ്റെ ഭാരവാഹികളോട് ഈ അക്കാദമിയുടെ ചുമതലക്കാരൻ സെക്രട്ടറി എന്ന നിലയ്ക്ക് എൻ്റെ സന്തോഷവും അഭിമാനവും ഞാൻ പങ്കുവെക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറത്തിനെ ഞാൻ ഈ അക്കാദമിയുടെ സെക്രട്ടറിയുടെ ചുമതല ഏറ്റതിന് ശേഷം മാത്രമാണ് പരിചയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതിന് എത്രയോ മുമ്പ് പരിചയപ്പെടേണ്ടതായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയൊരു സാംസ്കാരിക കൂട്ടായ്മ ആയിട്ടുള്ള പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളാണ്. അപ്പോൾ സംഘാടനം എന്നതിൻ്റെ പ്രയാസമൊക്കെ ഏറ്റവും നന്നായിട്ട് അനുഭവിക്കുകയും അതിൻ്റെ പ്രയാസം നന്നായിട്ട് അനുഭവിച്ച് പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫോക്ക് ആർട്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ വളരെ വിസ്മയത്തോടും ബഹുമാനത്തോടും കൂടിയാണ് കാണുന്നത് എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. വളരെ സന്തോഷത്തോടെ ഈ പ്രസ്ഥാനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ സാംസ്കാരിക പ്രവർത്തനം എന്നത് ഈ പാട്ട് പാടലോ കഥ എഴുതലോ മാത്രമല്ല, വേദനിക്കുന്നതിൻ്റെ വേദന കാണലാണ്, വിശക്കുന്നതിൻ്റെ വിശപ്പ് അറിയലാണ്. അത് ഏറ്റവും തിരിച്ചറിയുന്ന പ്രസ്ഥാനമാണ് ഏറ്റവും നല്ല സാംസ്കാരിക പ്രസ്ഥാനം എന്ന് പറയാൻ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി അത് തിരിച്ചറിയുന്ന ഈ പ്രസ്ഥാനത്തിന് മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കൂടിയുള്ള അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ അധികം സംസാരിക്കാതെ വിടവാകുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നമ്മുടെ ഈ പരിപാടിക്ക് യാതൊരു പിരിവൊന്നും നടന്നിട്ടില്ല. അപ്പോൾ 50 രൂപയുടെ കൂപ്പണാണ് ഈ പരിപാടിയുടെ വിജയവും അതിൽ ബാക്കി വരുന്ന തുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൽ 100 രൂപയുടെ കൂപ്പൺ. അപ്പോൾ നമ്മുടെ ഈ നറുക്കെടുപ്പിനായി ബഹുമാനപ്പെട്ട ഫൈസൽ മാഷെ ക്ഷണിച്ചു കൊടുക്കും.